കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത് ഹൗ ബ്രിട്ടീഷ് പൊസസ്ഡ് ട്രേഡ് മോണോപോളി ഇൻ സൗത്ത് ഇന്ത്യ എന്നുള്ളതാണ്. അതുപോലെ 2 ഇയേഴ്സ് പ്രധാനമാണ്, 1663 അതേപോലെ തന്നെ 1741. 1663 പ്രത്യേകത എന്താണ്? ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ഇവിടുന്ന് ഓടിച്ചു വിട്ടു കേരളത്തിൽ നിന്ന്. പിന്നെ നമ്മൾ 1741 കാര്യം പറഞ്ഞത് കുളച്ചൽ റിവോൾട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഡച്ച് എക്സ്പെൽഡ് ദി പോർച്ചുഗീസ് ഫ്രം കേരള ഇൻ 1663. അതേപോലെ തന്നെ ബാറ്റിൽ ഓഫ് കുളച്ചലാണ് 1741. അപ്പോൾ ഈ 2 വർഷങ്ങളും ഓർത്തിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അപ്പോൾ സൗത്ത് ഇന്ത്യ ഫുൾ എന്താണ് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്ന് നമ്മൾ പറഞ്ഞു. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് വന്ന കാര്യവും തുടർന്നുണ്ടായ ചരിത്രവുമാണ് നമ്മൾ അടുത്ത ഒരു പോർഷനായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമ്മൾ ബാറ്റിൽ ഓഫ് കുളച്ചലിനകത്ത് സർദാർ KM പണിക്കരുടെ ആണ് ഹിസ്റ്ററി ഓഫ് കേരള, അതിൻ്റെ അകത്തുനിന്നൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ സർദാർ KM പണിക്കർ നമ്മൾ പറയും ആരാണ് എന്നുള്ളത്. നിങ്ങൾക്ക് എക്സാമിനൊന്നും ചോദിക്കത്തില്ല, എന്നാൽ ഇനിയും പഠിക്കുന്ന പോർഷനിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒന്നുകൂടെ പറയും കേട്ടോ. Captain William Keeling, the representative of the English East India Company, came to Kerala in 1615. കണ്ടോ, 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ വന്നതാരാണ്? ക്യാപ്റ്റൻ വില്യം കീലിങ് കേട്ടോ. 1615 വില്യം കീലിങ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരളത്തിലെത്തി. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് എന്താ ചെയ്തേ? ഹി വിസിറ്റഡ് ആൻഡ് സൈൻഡ് എ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് സാമോറിൻ ഓഫ് കോഴിക്കോട് സാമുദ്രിയുമായിട്ട് ഇദ്ദേഹം ഒരു വ്യാപാര കരാറാണ് പുള്ളിക്കാരന് ഉണ്ടാക്കിയത്. ഇവർ കച്ചവടത്തിനായിട്ട് വന്നവരാണ്, പിന്നീട് നമ്മളെ വർഷങ്ങളോളം നമ്മളെ ചൂഷണം ചെയ്ത് ഇവിടെ ഭരിച്ചിരുന്നത്. ലേറ്റർ ദ കമ്പനി സെക്യൂർഡ് ദ കൺസെൻറ്റ് ടു സ്റ്റാർട്ട് വെയർഹൗസ് അറ്റ് വിഴിഞ്ഞം, തലശ്ശേരി ആൻഡ് അഞ്ചുതെങ്ങ്. അപ്പോൾ ഇവർ വ്യാപാര ഉടമ്പടി ഒപ്പിട്ട് കോഴിക്കോട് സാമുദ്രിയുമായിട്ട് പിന്നീട് ഇവർ എവിടെയൊക്കെയാണെന്നറിയാമോ? വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്, ഇവിടെ എല്ലാം വെയർഹൗസസ് ഇവർ കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെയർഹൗസസ് എവിടെയൊക്കെയാണ് പണിഞ്ഞത്? വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെയാണ്, തുടക്കം ഇങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ഗ്രാജുവലി ദേ അറ്റൈൻഡ് ദ പെർമിഷൻ ഫ്രം ദ ക്യൂൻ ഓഫ് ആറ്റിങ്ങൽ ടു ബിൽഡ് എ ഫോർട്ട് അറ്റ് അഞ്ചുതെങ്ങ്. പിന്നീട് ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടു കൂടി അഞ്ചുതെങ്ങിൽ അവർ ഒരു ഫോർട്ട്, ഒരു കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. ലേറ്റർ അഞ്ചുതെങ് became an important military center of the British in the western coast. പിന്നീട് ഈ പറയുന്ന അഞ്ചുതെങ്ങിലെ ഈ ഒരു കോട്ട വെസ്റ്റേൺ കോസ്റ്റിലേക്കും അവരുടെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിലിറ്ററി സെൻ്ററായിട്ട് തന്നെ അങ്ങ് മാറി. The natives were furious when അഞ്ചുതെങ്ങ് became a British military base. അപ്പോൾ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രിട്ടീഷുകാരുടെ ഒരു മിലിറ്ററി സെൻ്ററായിട്ട് ഈ അഞ്ചുതെങ്ങ് മാറിയപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്ക് അത് ഭയങ്കര ദേഷ്യമായിരുന്നു, അതായത് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക്. ഇൻ 1721 the natives killed about 150 Englishmen who were on their way to hand over gifts to the Queen of ആറ്റിങ്ങൽ. അപ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ സമ്മതത്തോടു കൂടിയിട്ട് അഞ്ചുതെങ്ങിൽ കോട്ട പണിഞ്ഞു. പിന്നീട് ഇവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി സെൻ്ററായിട്ട് മാറി. അപ്പം ഈ റാണിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് 150 പട്ടാളക്കാരടക്കം എന്ത് ചെയ്തു? ഇവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. അതിനകത്തൊരു മെയിൻ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഗീഫോർഡ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ. അയാളുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടെ പോയി. പക്ഷേ ഇവരെ എന്ത് ചെയ്തു? ഈ 150ഓളം വരുന്ന പട്ടാളക്കാരെ അവിടെയുള്ള ആളുകൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. In 1721 the natives killed about 150 Englishmen who were on their way to hand over gifts to the Queen of ആറ്റിങ്ങൽ. അപ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് അവർ ഇവിടെ അഞ്ചുതെങ്ങിൽ ഫോർട്ട് പണിഞ്ഞത്. അത് പിന്നീട് അവരുടെ വെസ്റ്റേൺ കോസ്റ്റിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിലിറ്ററി സെൻ്ററായിട്ട് മാറി. അപ്പോൾ പുള്ളിക്കാരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗീഫോർഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 150ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാർ എന്ത് ചെയ്തു? റാണിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവിടെയുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്ത്? പ്രദേശവാസികൾ ഈ 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരെ കൊലപ്പെടുത്തി.
ഇറ്റ് ഈസ് നോൺ ആസ് ദി ആറ്റിങ്ങൽ റിവോൾട്ട്. ഇതിനെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് അറിയപ്പെടുന്നത്. 1721 ഏപ്രിൽ മാസം 15 ഇത് സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 3ാമത്തെ വർഷവും പഠിച്ചു. 1741 നിങ്ങൾ പഠിച്ചു കുളച്ചൽ യുദ്ധം. 1721 ആറ്റിങ്ങൽ കലാപം കേട്ടോ. അത് തിരിഞ്ഞു പോകും ഒരുപാട് പേർക്ക്. 1721 ഏപ്രിൽ മാസം 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അപ്പോൾ ഇത് നോട്ട്സ് വല്ലതൊക്കെ എഴുതാൻ ചോദിക്കുവാണെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്ന പോർഷൻസാണ് എഴുതേണ്ടത്. ഇത് കേവലം ബൈഹാർട്ട് ചെയ്ത് പഠിക്കാതെ ഇന്ന കാര്യങ്ങൾ പഠിക്കുക. എന്താ ഒരുപക്ഷെ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു 3 പോയിൻ്റ് വരും. ആറ്റിങ്ങൽ റിവോൾട്ട് തരും. പിന്നെ ഇനി നമ്മൾ പഠിക്കാനുള്ളതിനകത്ത് പഴശ്ശി റിവോൾട്ട് ഇങ്ങനെയൊക്കെ തരുമ്പോൾ മാർക്കിൻ്റെ ബേസിസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആറ്റിങ്ങൽ റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ഏത് ഇയറാണ് എന്താ സംഭവം അവിടെ നടന്നതെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് സ്വന്തം സെൻറ്റൻസിൽ എഴുതുന്നതായിരിക്കും നല്ലത്. അത് ടെക്സ്റ്റ് നല്ലതായിട്ട് വായിക്കണം കേട്ടോ. ഒരുപാട് പേർക്ക് ഈ സോഷ്യൽ ബാലികേറാമലയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിക്കണേ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ക്യാപ്റ്റൻ കീലിംഗ് വന്നു 1615. പുള്ളിക്കാരനെ ഒരു ട്രേഡ് കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തത്. പക്ഷേ പിന്നീട് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും 5 വെയർ ഹൗസ് പണിഞ്ഞു. ആറ്റിങ്ങൽ ക്യൂവിൻ്റെ പെർമിഷനോട് കൂടിയിട്ട് 5 ഒരു ഫോർട്ട് പണിഞ്ഞു. പിന്നീട് അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് മിലിറ്ററി സെൻറ്ററായിട്ട് മാറി. അവിടുത്തെ നേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ 1721 150ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ എന്ത് ചെയ്തു? വധിച്ചു. അപ്പോൾ 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരും അതിനകത്ത് ഒരു മെയിൻ ഉദ്യോഗസ്ഥൻ ഗീഫോർഡാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും വധിച്ചു. ഇതിനെയാണ് ആറ്റിങ്ങൽ റിവോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാരിങ്ങനെ വന്നു. അപ്പോൾ അവർക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് ഓർത്തിരുന്നു. ഈ ആറ്റിങ്ങൽ റിവോൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ കേരള. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യത്തെ ഓർഗനൈസ്ഡ് സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അപ്പോൾ അതുവരെ കേരളത്തിൽ ഇതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഭവം നടന്നിട്ടില്ല. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ആദ്യത്തെ ഓർഗനൈസ്ഡ് റിവോൾട്ട്. അത് പ്രധാനമാണ് കേട്ടോ. അപ്പോൾ ആറ്റിങ്ങൽ റിവോൾട്ടിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഇത് എഴുതണം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആറ്റിങ്ങലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിന് ശേഷം 1721 കുറേ വർഷങ്ങൾക്ക് ശേഷം 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം നമ്മുടെ കേരളത്തിൻ്റെ മലബാർ റീജിയൺ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഓരോരോ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ഓരോ സന്ധികളിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന ട്രീറ്റിയിലൂടെ ഓരോരോ രാജ്യങ്ങൾ പിന്നെ കബളിപ്പിക്കും. ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തരാമെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ വിട്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മലബാർ ആസ് പെർ ദി ശ്രീരംഗപട്ടണം ട്രീറ്റി ഓഫ് 1792 between the British and the Mysore rulers, മലബാർ came under British control. അപ്പോൾ അന്നത്തെ ഇപ്പോഴത്തെ മലപ്പുറം അല്ല അന്നത്തെ മലബാർ. കേരളത്തിൻ്റെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ പറയുന്ന മൈസൂർ, കർണാടകത്തിന് ആ പോർഷൻസ് എല്ലാം കൂടി വരുന്നതാണ് മലബാർ. അപ്പോൾ ഈ മലബാർ എന്ത് ചെയ്തു? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം. അപ്പോൾ ശ്രീരംഗപട്ടണം ട്രീറ്റിയുടെ വർഷം 1792 ആണ് കേട്ടോ. ഈ 1792 തന്നെയാണ് കൊച്ചി രാജാവും ഈ ബ്രിട്ടീഷുകാരുടെ സൂപ്പർമസി, ബ്രിട്ടീഷ് മേൽക്കോയ്മ, അതായത് ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുന്നതും 1792 അപ്പോൾ 1792 2 പ്രത്യേകതകളുണ്ട്. ഒന്ന് ശ്രീരംഗപട്ടണം ട്രീറ്റി മക്കളെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒന്നും അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടെങ്കിലും ആ വർഷം ചോദിക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് കൊച്ചി രാജ ആക്സെപ്റ്റഡ് ബ്രിട്ടീഷ് സൂപ്പർമസി എന്നാണ് ഇൻ 1792 ആൻഡ് വാസ് ഫോഴ്സ്ഡ് ടു പേ ട്രൈബ്യൂട്ട്. അതുപോലെ തന്നെ അവർക്ക് കപ്പം കൊടുക്കാൻ ബ്രിട്ടീഷുകാർക്ക് ഈ ഇവരെന്തിനാണ് ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഓടുന്നതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൊച്ചി രാജാവ് ബ്രിട്ടീഷ് സൂപ്പർമസി അംഗീകരിച്ചതോട് കൂടിയിട്ട് കൊച്ചി രാജാവ് എന്ത് ചെയ്യണം? മാസം തോറും ബ്രിട്ടീഷുകാർക്ക് വലിയൊരു നികുതി പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവർ ആദ്യം അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് 1795 ട്രാവൻകൂർ ഓൾസോ അഡ്മിറ്റഡ് ദ ബ്രിട്ടീഷ് ഡോമിനൻസ്. അപ്പം അന്ന് നമ്മുടെ കേരളം എന്ന് പറയുന്നത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. അപ്പോൾ ഇങ്ങനെ 3ആയിട്ടാണ്. അപ്പോൾ മലബാർ ഓൾറെഡി ആര് കൊണ്ടുപോയി? ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. പിന്നീട് അതേ വർഷം തന്നെ കൊച്ചി രാജാവ് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. പിന്നീട്
1795 1795 ട്രീറ്റി അനുസരിച്ച് ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഡോമിനൻസ് അഡ്മിറ്റ് ചെയ്തു, അവർ അംഗീകരിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവർ പല രീതിയിൽ രാജാക്കന്മാരെ ഇവരെന്ത് ചെയ്യും? പാട്ടിലാക്കും. അപ്പം തിരുവിതാംകൂറിനെ ഇവരെന്തോ പറഞ്ഞിട്ടുണ്ടാ, നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. അപ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് സൈന്യങ്ങളുണ്ട്, ആധുനിക ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ നാട്ടുരാജാക്കന്മാർ വിചാരിക്കുക ഇവരുടെ കൂടെ ചേരുവാണെങ്കിൽ ഞങ്ങൾ സേഫ് ആണല്ലോ, വേറെ ഉള്ളവർ വരുമ്പോഴത്തേക്ക്. ഇപ്പോൾ ടിപ്പു സുൽത്താനൊക്കെ അന്ന് ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലാതുള്ള കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ വിചാരിക്കും ബ്രിട്ടീഷുകാരെ ഞങ്ങൾ കൂട്ടുപിടിക്കുകയാണെങ്കിൽ ഞങ്ങൾ സേഫ് ആണല്ലോ എന്ന്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ വലിയൊരു കുഴിയിലോട്ടാണ് ചെന്ന് ചാടിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഓർത്തിരുന്നോണം. ശ്രീരംഗപട്ടണം ട്രീറ്റി, അതേപോലെ തന്നെ ട്രീറ്റി ഓഫ് 1795 72 തന്നെയാണ് കൊച്ചി രാജാവും ബ്രിട്ടീഷ് സൂപ്പർമസി അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ. In return, the British promised protection to Travancore from its enemies. Thus, the British ruled Malabar directly and Kochi and Travancore indirectly through the subservient Samanta Rajas. അതായത് മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് എന്ത് ചെയ്തു? മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുകയാണ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നേരിട്ട് ഭരിച്ചിരുന്നത്. എന്നാൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും ബ്രിട്ടീഷുകാർ നേരിട്ടല്ല, ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള രാജാക്കന്മാർ. പക്ഷേ അവർക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല, ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. ഇൻ ഷോർട്ട്, ഹോൾ ഓഫ് ദി കേരള കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ബ്രിട്ടീഷ് ബൈ ദ എൻഡ് ഓഫ് ദ 18th century. അപ്പോൾ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് പേര് കപ്പലിൽ കയറി വന്ന് ഇത്രാം നൂറ്റാണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തത്? 15ാം നൂറ്റാണ്ടിൻ്റെ എൻഡിലാണ് പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത്. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആയപ്പോഴത്തേക്ക് കേരളം മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? വേലുത്തമ്പി ദളവയുടെ കുണ്ട്ര പ്രൊക്ലമേഷനകത്തുനിന്ന് കുറച്ച് കുണ്ട്ര വിളംബര കുണ്ട്ര പ്രൊക്ലമേഷൻ എന്താണ് എന്നുള്ളത് അതിനകത്തുനിന്നൊരു ചെറിയൊരു പോർഷൻ ഇതിനകത്ത് കൃഷ്ണ ചൈതന്യയുടെ കേരളം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നോക്കുവാണെങ്കിൽ അന്നത്തെ കുണ്ട്ര പ്രൊക്ലമേഷൻ എന്താണ് അത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് എത്രത്തോളം ചൂഷണങ്ങൾ നേരിട്ടിരുന്നു, എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാവും. ഒന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇവിടെ താമസിക്കുന്നതേ ഉള്ളൂ, നമ്മുടെ വസ്തുവകകളാണെങ്കിലും വീടാണെങ്കിലും വയലുകളാണെങ്കിലും എല്ലാം ആരുടെ അണ്ടറിലാണ്? ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണ്. നമുക്കിവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും കൃഷി ചെയ്യാനോ അത് നമുക്ക് സ്വാതന്ത്ര്യത്തോടെ എടുത്ത് ഭക്ഷിക്കാനോ ഒന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും, അതായത് അതുവരെ നമ്മൾ തുടർന്ന് വന്നിരുന്ന ഒരു കാര്യങ്ങളും നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രിട്ടീഷുകാർ എത്രത്തോളം ഇൻ്റർഫിയർ ചെയ്തിരുന്നു നമ്മുടെ കാര്യങ്ങളിൽ നിന്നുള്ളത് കേട്ടോ. ഈ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിനെതിരെ പിന്നീടുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ. The interference in the freedom and privileges that they enjoyed for centuries invited antagonism from the kings and landlord. അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ അവരുടെ ഭരണം ആയപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇവിടുത്തെ രാജാക്കന്മാരുടെയും അതിൽ ഭൂപ്രഭുക്കളുടെയൊക്കെ അധികാരങ്ങളിൽ അവർ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. ഇതെന്ത് ചെയ്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മനോഭാവം നമ്മുടെ ആളുകളിൽ ഉടലെടുക്കാൻ കാരണമായി. There were a lot of resistance against the British across Malabar, Kochi and Travancore. അപ്പോൾ കൊച്ചിയിലും മലബാറിലും തിരുവിതാംകൂറിലും ധാരാളം കലാപങ്ങൾ, ഇതിനെതിരെയുള്ള ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത്. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന റെസിസ്റ്റൻസ്, ചെറുത്തുനിൽപ്പുകളെക്കുറിച്ചാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ആദ്യത്തെയാണ് പഴശ്ശി റിവോൾട്ട്. അപ്പോൾ പഴശ്ശിരാജ സിനിമ എല്ലാവരും കണ്ടു കാണും. അതിനകത്ത് പഴശ്ശിയായിട്ട് അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടിയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ലയൺ ഓഫ് കേരള, കേരളത്തിലെ സിംഹം എന്ന് പഴശ്ശിരാജയെ പറഞ്ഞത് ആരാണെന്നറിയാമോ? സർദാർ KM പണിക്കരാണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ നിന്ന്, ഒരു പുസ്തകത്തിൽ നിന്ന് കുറച്ചൊരു പോർഷൻ നമ്മൾ കണ്ടു. അപ്പോൾ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന് അറിയപ്പെട്ടത്. ഈ പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം തന്നെ സർദാർ KM പണിക്കർ രചിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലയൺ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ഓക്കെ.
അപ്പോൾ ഈ പഴശ്ശി കലാപം എന്ന് പറയുന്നത്, ഈ പഴശ്ശി എന്ന് പറയുന്നത് മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് കലാപം പുറപ്പെടുവിച്ച മെയിനായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇദ്ദേഹം കോട്ടയം രാജവംശത്തിലെ ഒരു രാജാവായിരുന്നു. കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ. ദ ബ്രിട്ടീഷ് പ്രോമിസ്ഡ് ഇദ്ദേഹം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു. അതായത് ബ്രിട്ടീഷുകാരും മൈസൂർ രാജാക്കന്മാരും തമ്മിലുള്ള പ്രശ്നത്തിൽ പഴശ്ശിരാജ ആരെയാണ് സഹായിച്ചത്? ബ്രിട്ടീഷുകാരെയാണ് സഹായിച്ചത്. ആ സമയത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തോ, വയനാട്ടിലെ ടാക്സൊക്കെ കളക്ട് ചെയ്തോളൂ എന്നൊക്കെ ഇദ്ദേഹത്തിന് കുറേ ഉറപ്പുകൾ നൽകി. പക്ഷേ ആധിപത്യം അവർ മൈസൂരിലെ വിജയത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇതൊന്നും മൈൻഡ് പോലും ചെയ്തില്ലെന്ന് മാത്രമല്ല, പഴശ്ശിരാജയുടെ സ്ഥലത്തൂടെ വന്ന് ബ്രിട്ടീഷുകാർ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് പുള്ളിക്കാരൻ രംഗത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. കേരളവർമ്മ പഴശ്ശിരാജ ഓഫ് കോട്ടയം റോയൽ ഫാമിലി ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ മലബാർ. ദ ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി ദ റൈറ്റ് ടു കളക്ട് tax from Kottayam region as a reward for helping them in the wars against Mysore. The British refused to keep their promise after the triumph in the battle. മൈസൂറുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പാക്കിയില്ല. മോറോവർ ദ ബ്രിട്ടീഷ് ക്ലെയിംഡ് ദ ഡോമിനൻസ് ഓവർ വയനാട്. ഇത് മാത്രമല്ല, അവർ വയനാട്ടിലും കൂടി കയറി ഇടപെടാൻ തുടങ്ങി കേട്ടോ. പഴശ്ശിരാജ ഓർഗനൈസ്ഡ് ദ പീപ്പിൾ ആൻഡ് ഫോർട്ട് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. പഴശ്ശിരാജ എന്ത് ചെയ്തു? ജനങ്ങളെ ഇതിനെതിരെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ ഒന്ന് ഈ ടാക്സ് കളക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പഴശ്ശിരാജ ഓർഗനൈസ് ദ പീപ്പിൾ ആൻഡ് ഫോർട്ട് എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ്. അപ്പോൾ ജനങ്ങളെ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. അപ്പോൾ ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള കാരണം ഒന്ന് ഈ നികുതി പിരിക്കുന്ന ടാക്സ് കളക്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ വയനാട്ടിലെ കാര്യങ്ങളിലും കൂടി ബ്രിട്ടീഷുകാർ ഇൻ്റർഫിയർ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പഴശ്ശിരാജയുടെ ഉള്ള നിയന്ത്രണം മൊത്തം പോയി. പുള്ളി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ശ്രമിച്ചു കേട്ടോ. He unleashed guerrilla war against the British with the help of Chempan Poker, Kaireri Ambu Nayar, Idachena Kungan Nayar and Thalekal Chandu, the leader of Kurichas in Wayanad. അതായത് വയനാട്ടിലെ കുറിച്യർ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിൻ്റെ തലവനാണ് തലയ്ക്കൽ ചന്തു എന്ന് പറയുന്നത്. നമ്മുടെ പഴശ്ശിരാജ ഫിലിമിനകത്ത് തലയ്ക്കൽ ചന്തു ആരാണ്? മനോജ് കെ ജയനാണ് കേട്ടോ. പിന്നെ ഇടച്ചേന കുങ്കനുണ്ട്, അത് ശരത് കുമാർ ആയിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇദ്ദേഹം ഗോറില്ല യുദ്ധ മുറയാണ് ഉപയോഗിച്ചത്. ഈ ഗോറില്ല യുദ്ധമുറ എന്ന് പറയുന്നത് ഈ ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ വയനാട്ടിലെ ഇടുക്കിയിലെയൊക്കെ കാടും മലകളും അതിനെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയാസും ഇല്ല. അപ്പോൾ ഇവർ ആ ഫിലിമിൽ അതിന് നല്ലതായിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് എനിക്കറിയാം. ഇവർ വരുന്ന സമയത്ത് മറഞ്ഞിരുന്നുകൊണ്ട് എന്ത് ചെയ്യുക, അമ്പും വില്ലൊക്കെ ചെയ്ത് ഇവരെ കൊലപ്പെടുത്തുന്ന ആ ഒരു രീതിയാണ് കേട്ടോ. അത് ബ്രിട്ടീഷുകാർ സത്യം പറഞ്ഞാൽ ഇദ്ദേഹം വളരെ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന വളരെയധികം ശക്തനായിട്ടുള്ളൊരു പോരാളിയായിരുന്നു ആര്യ പഴശ്ശിരാജ എന്ന് പറയുന്നത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചതിയിലൂടെ അങ്ങോട്ട് അവസാനം പല രീതിയിലും പറയുന്നുണ്ട്. ഇദ്ദേഹം ആത്മഹത്യ ചെയ്താണെന്നും പറയുന്നുണ്ട്, വെടി വെച്ച് കൊലപ്പെടുത്തിയതാണെന്നും പറയുന്നുണ്ട്. എന്തുവായാലും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. ഇൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഹി വാസ് അസോൾട്ട് ഹിസ് ലൈഫ് ഓൺ 30 നവംബർ 1805. അതായത് 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടു. അപ്പോൾ ഈ പഴശ്ശി റിവോൾട്ട് എന്ന് പറയുന്നത് സത്യത്തിൽ 2 സ്റ്റെപ്പായിട്ടാട്ടോ. 1793 മുതൽ 97 വരെ ഒന്നാം റിവോൾട്ടെന്നും 1800 മുതൽ 1805 വരെ ഒരു രണ്ടാമത്തെ സ്റ്റേജുമാണ്. ആ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ അവസാനമാണ് 1805 നവംബർ 30 ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം എവിടെ വെച്ചാണ്? നമ്മുടെ വയനാട്ടിലെ മാനന്തവാടിയിലെ മാവിലൻ തോടിൽ വെച്ചാണ് ഇദ്ദേഹം വെടിയേറ്റ് മരിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പഴശ്ശി സ്മാരകം കാണിച്ചിട്ടുണ്ട് മാനന്തവാടി, വയനാട്. അപ്പോൾ ഇത് വയനാട്ടിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് പഴശ്ശി റിവോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1793 to 97 വരെ ഒരു സ്റ്റേജും പിന്നെ 1800 മുതൽ 1805 വരെ രണ്ടാമത്തെ ഒരു സ്റ്റേജുമായിട്ടാണ് പഴശ്ശി റിവോൾട്ടുകൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആരൊക്കെയാണ് പഴശ്ശിരാജയെ ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് ഓർത്ത് വെച്ചോണം. ചെമ്പൻ പോക്കർ, കൈരേരി അമ്പു നായരുണ്ട്, അതുപോലെ തന്നെ ഇടച്ചേന കുങ്കൻ, തലയ്ക്കൽ ചന്തു കേട്ടോ. തലയ്ക്കൽ ചന്തു മനോജ് കെ ജയനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇടച്ചേന കുങ്കന് ശരത് കുമാർ ഒക്കെ ആയിരുന്നു. ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആക്ടേഴ്സ് ആ സിനിമയ്ക്കകത്ത് ഈ പറയുന്ന റോളുകളെല്ലാം
കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ പഴശ്ശി റിവോൾട്ട് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കണം. അപ്പോൾ പഴശ്ശി റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. മലബാറിലെ ഒരു കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം കോട്ടയം മെയിനായിട്ടും ഇതിനകത്ത് വരാനുള്ള കാരണം എന്താണെന്നറിയാമോ? ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന് കോട്ടയത്തെ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അത് പവർ കൊടുത്തിരുന്നു. എപ്പോഴാണ്? മൈസൂരിൽ ഇദ്ദേഹം ബ്രിട്ടീഷുകാരെ ഹെൽപ്പ് ചെയ്തപ്പോൾ കേട്ടോ. പക്ഷെ അതൊക്കെ പിന്നീട് ദ ബ്രിട്ടീഷ് പ്രോമിസ്ഡ് പഴശ്ശി ദ റൈറ്റ് ടു കളക്ട് ടാക്സ് ഫ്രം കോട്ടയം റീജിയൻ ആസ് എ റിവാർഡ് ഫോർ ഹെൽപ്പിംഗ് ദം ഇൻ ദ വാർസ് എഗെയിൻസ്റ്റ് മൈസൂർ. ദ ബ്രിട്ടീഷ് റെഫ്യൂസ്ഡ് ടു കീപ് ദ പ്രോമിസ് ആഫ്റ്റർ ദ ടൈം ഇൻ ദ ബാറ്റിൽ. യുദ്ധമൊക്കെ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കവാത്ത് മറന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നീടുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, അപ്പോൾ ഇതിപ്പം മലബാറിലെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് എന്താണെന്നുള്ളത്. അടുത്തത് വേലുത്തമ്പി ദളവയുടെയും പാലിയത്തച്ഛൻ്റെയും പോരാട്ടത്തിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനിയിപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും കൂടെ ആകുമ്പോഴല്ല കേരളം പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ ദ ദിവാൻസ് റിയാക്റ്റഡ് എഗെയിൻസ്റ്റ് ദ അൺകൺട്രോൾഡ് ഇൻ്റർവെൻഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി റെസ്പെക്റ്റീവ്ലി. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ഇൻറ്റേർണൽ അഫയേഴ്സിൽ, ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാ കാര്യവും ബ്രിട്ടീഷുകാർ അറിയാതെ ഒരെല്ല പോലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഇതിനെതിരെ പാലിയത്തച്ഛനും വേലുത്തമ്പി ദളവയും പ്രതിഷേധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് വേലുത്തമ്പി കോൾഡ് ഫോർ ആംഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ത്രൂ ഹിസ് കോൺട്രാ പ്രൊക്ലമേഷൻ ഇൻ 11th January 1809. 1809 ജനുവരി 11 കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാരെ നേരിട്ട് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് അദ്ദേഹം ഡയറക്റ്റ് പറഞ്ഞു. വേലുത്തമ്പി കോൾഡ് ഫോർ ആംഡ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ത്രൂ ഹിസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഓൺ 11th January 1809. The armies of Travancore and Kochi jointly attacked the official residence of British resident മക്കാളെ. അപ്പോൾ മക്കാളയുടെ വസതിയിലേക്ക് തിരുവിതാംകൂറും കൊച്ചിയും ഒന്നിച്ച് നിന്നുകൊണ്ട് ആക്രമിച്ചു. പക്ഷേ ഇവർക്ക് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ബട്ട് ദേ കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ ബ്രിട്ടീഷ് ആർമി. റിയലൈസിങ് ദാറ്റ് ഹി വുഡ് ബി ക്യാപ്ചേർഡ്, വേലുത്തമ്പി കമ്മിറ്റഡ് സൂയിസൈഡ് അറ്റ് മണ്ണടി ടെമ്പിൾ. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്യാധുനിക തോക്കും അതും ഇതൊക്കെ ഇല്ലേ. അപ്പോഴാണ് ഇവിടുന്ന് കമ്പ് ചുള്ളിയും കൂടെ ഓടി ചെല്ലുന്ന സമയത്ത് അവർക്ക് ഒരു വെടി വെച്ചിടുമ്പോഴേ നമ്മൾ വീഴത്തില്ലേ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് എന്തുവായാലും അറിയാം, ബ്രിട്ടീഷുകാർക്കെതിരെ നേരിട്ട് ഒരു ഫൈറ്റിന് ആഹ്വാനം ചെയ്തിട്ട് അവരുടെ മുന്നിൽ തോക്കും എന്നെന്തായാലും അദ്ദേഹത്തിന് മനസ്സിലായ സമയത്ത് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തേരും. എന്നിട്ടും ഇദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടും ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അവർ തിരുവനന്തപുരത്തെ കണ്ണമ്മൂലയിൽ ഭയങ്കരമായിട്ട് മൃഗീയമായി ഓരോന്ന് ചെയ്ത് കെട്ടിത്തൂക്കിയിട്ടിരുന്നത് കേട്ടോ. ദ ഫ്രാൻറ്റിക് ബ്രിട്ടീഷ് ആർമി ഹാങ്ഡ് ഹിസ് ബോഡി അറ്റ് കണ്ണമ്മൂല, തിരുവനന്തപുരം ആൻഡ് ഡിപ്പോർട്ടഡ് പാലിയത്തച്ഛൻ ടു മദ്രാസ്. കൂടാതെ പാലിയത്തച്ഛനെ എങ്ങോട്ട് നാട് കടത്തി? മദ്രാസിലേക്ക് നാട് കടത്തി. അന്ന് ഇവരിങ്ങനെ ഐലൻഡുകളിലേക്കും ദ്വീപുകളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളെ ഇവിടുന്ന് നാട് കടത്തുമായിരുന്നു, ആൻഡമാനിലേക്കും ഒക്കെ. അപ്പോൾ പാലിയത്തച്ഛനെ നാട് കടത്തിയത് മദ്രാസിലേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വന്ന ധീരന്മാരായിട്ടുള്ള പോരാളികളാണ് ഇവർ 3 പേരും. ആരൊക്കെയാണ്? പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ. ഇവരൊക്കെ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വന്നത് ഇവർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട്. ഫൈറ്റ്സ് ഓഫ് ലോക്കൽ chieftains against the British came to an end by the defeat of പഴശ്ശി, വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛൻ. ബട്ട് ദ പോപ്പുലർ റെസിസ്റ്റൻസ് കണ്ടിന്യൂഡ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നേരിടാൻ വന്ന ഈ പ്രധാനപ്പെട്ട വ്യക്തികൾ ഓരോരുത്തരായിട്ട് വന്നവർ ഇവരാണ്. ഇനി പിന്നീടുള്ളതെല്ലാം നമ്മൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളാണ് അടുത്തത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇയേഴ്സ് പ്രധാനപ്പെട്ടത് ഓർത്തിരിക്കണം. ആറ്റിങ്ങൽ റിവോൾട്ട് നമ്മൾ പറഞ്ഞു 1721. അതിനു മുമ്പ് നമ്മുടെ ക്യാപ്റ്റൻ കീലിംഗ് വന്നത് എപ്പോഴാണ്? 1615. പുള്ളിക്കാരൻ വന്നാണ് തുടക്കമിടുന്നത്. വെയർ ഹൗസ് പണിഞ്ഞു, മിലിറ്ററി സെൻറ്ററായിട്ട് മാറി. ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരെല്ലാം കൊലപ്പെടുത്തി 1721 കേട്ടോ. പിന്നീട് നമ്മൾ 1-2 ട്രീറ്റിയും, അതായത് ബ്രിട്ടീഷുകാരുടെ സൂപ്പർമസി മലബാർ എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്തത്? ട്രാവൻകൂർ, കൊച്ചി എപ്പോഴാണ്? 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി. അതേ വർഷം തന്നെയാണ് കൊച്ചി രാജാവ് ബ്രിട്ടീഷ് സൂപ്പർമസി അക്സെപ്റ്റ് ചെയ്തത്. പിന്നീട് ട്രാവൻകൂർ 3 വർഷം കൂടെ കഴിഞ്ഞിട്ട് 1795. ഓക്കെ,
മക്കളെ ഈ ഇയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് വർഷങ്ങൾ മാത്രം എടുത്തൊന്ന് എഴുതിയിട്ടേക്കണം. അതിനോടൊപ്പം പ്രധാനപ്പെട്ട പേരുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടെങ്കിൽ അത്. ബാക്കി സ്റ്റോറി പോലെ ഓർത്തിരുന്ന് ടെക്സ്റ്റ് ഒരുപാട് പ്രാവശ്യം വായിക്കുമ്പം നിങ്ങൾക്ക് സിമ്പിൾ സെൻറ്റൻസിൽ എഴുതാൻ പറ്റും ഉറപ്പായിട്ടും കേട്ടോ. പ്രയാസമുള്ളവർ അതുപോലെ വായിക്കണേ. കുറുക്ക് വഴികളൊന്നും ആവശ്യമില്ലാതെ പുസ്തകം വലിച്ച് കീറിക്കൊണ്ട് എക്സാം ഹാളിൽ പോകുന്നു. അങ്ങനെ നമ്മൾ നല്ലതായിട്ട് കഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും ഏതെങ്കിലും രീതി നിങ്ങൾക്ക് കിട്ടുമോ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പഴശ്ശി റിവോൾട്ടാണ് പറഞ്ഞത്. അതിനകത്ത് നിങ്ങൾക്ക് 1805 നവംബർ 30 പഴശ്ശിരാജ കൊല്ലപ്പെട്ടു എന്നുള്ള വർഷം മാത്രമേ ഉള്ളൂ. പഴശ്ശി റിവോൾട്ട് ഞാൻ പറഞ്ഞു 1793 to 97 ആദ്യത്തെ ഘട്ടവും പിന്നെ 1800 മുതൽ 1805 വരെ രണ്ടാമത്തെ ഘട്ടമായിട്ട്, അങ്ങനെ 2 ഭാഗമായിട്ടാണ് പഴശ്ശി കലാപം നടന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പഴശ്ശി സ്മാരകം ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, വയനാട്ടിലെ മാനന്തവാടിയിലാണ്. പിന്നെ പഴശ്ശിയുടെ കുറേ സാധനങ്ങളുണ്ട്. കണ്ണൂർ പഴശ്ശി ഡാം ഉണ്ട്, അതുപോലെ കോഴിക്കോട് പഴശ്ശി മ്യൂസിയം ഉണ്ട്, പഴശ്ശി കേവ് ഗുഹ മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഴശ്ശിയായിട്ട് ബന്ധപ്പെട്ട അല്ലാതുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം കുണ്ട്ര പ്രൊക്ലമേഷൻ. അതാരാ പുറപ്പെടുവിച്ചത്? വേലുത്തമ്പി ദളവ. അതെന്നാണ്? 1809 ജാനുവരി മാസം 11 കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം. 1809 ജാനുവരി 11 കുണ്ട്ര പ്രൊക്ലമേഷൻ. അപ്പോൾ ഈ പറയുന്ന കുണ്ട്ര പ്രൊക്ലമേഷനും പാലിയത്തച്ഛൻ അല്ലെങ്കിൽ വേലുത്തമ്പി പാലിയത്തച്ഛൻ ഇവരുടെ രണ്ടുപേരുടെ ഫൈറ്റ്സ് എഗെയിൻസ്റ്റ് ബ്രിട്ടീഷും അതുപോലെ തന്നെ പഴശ്ശി റിവോൾട്ട് ഇതൊക്കെ ചോദിക്കും എക്സാമിന്. അപ്പോൾ ഇതൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയണം. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. ഈ ക്ലാസ് ഫുള്ള് കണ്ടവർ ക്ലാസ് കാണുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നമുക്കൊരു മോട്ടിവേഷനാണ് ക്ലാസ് ഫോളോ ചെയ്യാൻ ആളുണ്ടെന്ന്. 5 പേരെങ്കിൽ 5 പേര് അത് മതി. പക്ഷേ നമ്മൾക്ക് ഒരു സന്തോഷമാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് വെറുതെ തംസ് അപ്പെങ്കിലും ഇടട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ബാക്കി സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ട ക്ലാസ്സുകളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നതന്നെ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.